ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എടാ, എല്ലാവർക്കും കൃത്യമാകുന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മള് മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നതായ ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. എടാ, വളരെ പ്രധാനപ്പെട്ടതാകുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാകുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതാകുന്ന കാര്യത്തിനകത്തേക്ക് വരാം. എടാ, കൃത്യമായും എന്നെ നിങ്ങളൊന്ന് കാര്യമാകുന്ന രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ നിയമം എന്ന് പറയുന്നത് എന്ന് പ്രാവർത്തികമായി എന്നുള്ള കാര്യമാണ്. എന്നാടാ ഈ നിയമം പ്രാവർത്തികമായത്? എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഒന്ന് ടപ്പേന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് പുതിയതാകുന്ന കാര്യത്തിനകത്തേക്ക് പോകാം. എല്ലാ ദിവസവും ഈ ഒരു കൃത്യമാകുന്ന റിവിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. എടാ, ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട മനസ്സിലാക്കിയ കാര്യം 1989 ജൂലൈ മാസം 1 എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നിയമം എന്ന് പറയുന്നത് കെയിം ഇൻ ടു ഫോഴ്സ്. സംഭവം നമ്മൾ പറയും 88 നിയമമാണ് എന്ന് പറയുമ്പോഴും ഇത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ പ്രാവർത്തികമാകുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ അനുസരിച്ച് തുടങ്ങേണ്ടതാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് എന്ന് മുതലാ മക്കളെ? 1989 കൃത്യമായി പറയുന്ന ഡേറ്റ് ജൂലൈ മാസം 1 എന്ന പഠിച്ചു വെച്ചേക്കണേ, ഓർക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് 212 സെക്ഷൻസുകളുണ്ട്. ഈ 212 സെക്ഷൻസുകളെല്ലാം തന്നെയും 14 ചാപ്റ്ററുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് എന്നാ പറഞ്ഞ്. വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെയും ഒന്ന് മനസ്സിലാക്കി. എത്ര ചാപ്റ്ററുകളുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ മക്കളെ? ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് എത്രയെണ്ണം? 212 സെഷനും 14 ചാപ്റ്ററുകളും എന്നാ പറഞ്ഞ്. എന്ന് നിയമം പ്രാവർത്തികമായി 1989 ജൂലൈ മാസം 1 ഇത് പ്രാവർത്തികമായി. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ടുകളൊന്നുമില്ലല്ലോ. ഇനി എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന ഒരു നിയമം നിലവിൽ വരണം എന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തമായും മനസ്സിലാക്കുന്നു. ഒന്ന്, എടാ, കാലം മാറുന്നതിനനുസരിച്ച് റോഡ് സുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വണ്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റോഡ് സുരക്ഷയ്ക്കകത്ത് നമ്മൾ എന്ത് കൊണ്ടുവരണം? നിയമം കൊണ്ടുവരണം. ഇല്ല എങ്കിൽ അത് നമ്മുടെ പൊതുജനത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ കൊണ്ടുവരും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. പിന്നെ ട്രാഫിക് റെഗുലേഷൻസുകൾ എങ്ങനെയാകണം, അതുപോലെ തന്നെ ലൈസൻസിങ് ആൻഡ് അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധമാകുന്ന കാര്യങ്ങൾ എങ്ങനെയാകണം, അതുപോലെ ഇൻഷുറൻസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ എങ്ങനെയാകണം, അതുപോലെ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, പ്രകൃതിയെ സംബന്ധിക്കുന്ന ഈ പറയുന്ന നമ്മുടെ വണ്ടികളൊക്കെ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൽ ഓടുന്നതായതുകൊണ്ട് തന്നെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഇതിന് കണക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ഒരു ബന്ധം വരുന്നുണ്ട്. ആയ കാരണം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതിനകത്ത് കൂടുതലാകുന്ന ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ഇതില് പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാകുന്ന പോയിന്റുകളൊക്കെ തന്നെയാണുള്ളത്. പഠിച്ചു വെക്കണം. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന്, റോഡ് സേഫ്റ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലെ? റോഡ് സേഫ്റ്റി എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻഷുറൻസ് ആകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ട്രാഫിക് റെഗുലേഷൻസ് ആകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞു. ശരിയല്ലേ? പിന്നെ നമ്മൾ അവിടെ പറഞ്ഞത് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ എന്നതാകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അവിടെ പറഞ്ഞു. ശരിയല്ലേ? ആണ്. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞത് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ സംബന്ധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. ശരിയല്ലേ? ആണ്. അവിടെ ഇനി എന്താ പറഞ്ഞേ? വണ്ടികൾക്കുള്ളില് കൃത്യമാകുന്ന അളവിനേക്കാൾ കവിഞ്ഞുള്ളതാകുന്ന ലോഡ് കയറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമാകുന്ന ഒരു നിയമം ഒക്കെ അവിടെ വരണ്ടേടാ. ഇതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും മിനിസ്ട്രി ലെവലിൽ, സെൻട്രൽ ലെവലിൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ സാധനമാണ് ഏതെന്ന് പറയുന്നത്? മോർത്ത് എന്ന് പറയുന്നത്. ആരെന്നാ പറഞ്ഞേ? മോർത്ത് എന്ന് പറയുന്ന സ്ഥാപനം. അതായത് എന്താണ്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്നാ പറയുക കേട്ടോ. എന്താ പറയുക? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്നാ പറയുക. എന്താ പറയുക? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്നാ പറയുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ശരിക്കും പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതും നിയമങ്ങൾക്ക് എന്തെങ്കിലും ആകുന്ന കുഴപ്പം സംഭവിച്ചെങ്കിൽ അതിനെ പരിഹരിക്കുന്നതും ഒക്കെയും തന്നെ ഈ പറയുന്ന മിനിസ്ട്രി ലെവലിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവർക്ക് പിന്നെ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരാണ് എന്ന് പറഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് സംവിധാനത്തിനകത്ത് ഇരുന്നു കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു മിനിസ്ട്രിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ അല്ലേ?
അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതാകുന്ന ഒരു സ്ഥാപനം പറഞ്ഞത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസുകൾ. സ്ഥാപനമല്ല, ഈ പറയുന്ന മോർത്തുണ്ടാക്കിയ സാധനമാണ് ആരെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ പഠിക്കുന്നതായ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ശരിയല്ലേ? വെഹിക്കിളിന്റെ രജിസ്ട്രേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ലൈസൻസിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ റോഡ് സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഏതാടാ? സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ലെവലിൽ ഇരുന്നു കൊണ്ട് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഈ പറയുന്ന മോർത്ത് എന്ന സംവിധാനമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഓരോ സ്റ്റേറ്റിനും അനുസൃതമാകുന്ന വണ്ണം അവരോട് തന്നെ നിയമങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വെഹിക്കിളിന്റെ രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വരുന്നതും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻസ് വരുന്നതും എല്ലാം ഇവിടെയാണ്. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, RTO, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇവരിലൂടെയാണ് ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ നിയമം എന്താണ്, അവരുടേതാകുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. അതായത് ലൈസൻസ് കൊടുക്കുന്നത്, അതുപോലെ നമ്പർ പ്ലേറ്റുകൾ, അതായത് വണ്ടിയുടെ രജിസ്ട്രേഷൻസ് എല്ലാം പ്രാവർത്തികമാക്കുന്നത്, വെഹിക്കിളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്, ഫൈനുകൾ ഈടാക്കുന്നത് എല്ലാം ഇവരിലൂടെയാ. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന RTO അല്ലാണ്ട് അവിടെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്ന ഒരു വിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് കീഴിലായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന ട്രാഫിക് പോലീസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ കൃത്യമായും ഒരു ആക്സിഡന്റ് സംബന്ധമാകുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇൻവെസ്റ്റിഗേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞു. ശരിയല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് പറഞ്ഞു. അതായത് നേരിട്ട് സംസ്ഥാന തലത്തിൽ അവരുടേതാകുന്ന ഓണർഷിപ്പിൽ നടക്കുന്നതായ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? പിന്നെ പബ്ലിക് ബസ്സസും കാര്യങ്ങളും, നമ്മുടെ KSRTCയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. എന്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നതും എവിടെ വരുന്നുണ്ട്? ഈ അതോറിറ്റീസിനകത്ത് വരുന്നുണ്ട്. ശരിയല്ലേ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ആകുന്ന ഒരാൾ വണ്ടി ഓടിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആകുന്ന വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനി അതിനൊരു കൃത്യമായ കാലയളവ്, വണ്ടി ഇത്രയും നാൾ ഒരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തിക്കും, എന്തെങ്കിലും കുഴപ്പം വന്നാൽ അതിൻ്റെതാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ഞങ്ങൾ സഹായിച്ചോളാം എന്ന് ഒരുപക്ഷെ കമ്പനി പറയാം. അല്ലെങ്കിൽ വണ്ടിയല്ലേ, ഓടുമ്പോൾ ആക്സിഡന്റുകൾ ഉണ്ടാകാം. ആ ആക്സിഡന്റുകൾ സംബന്ധമാകുന്ന എന്തെങ്കിലും ക്ലെയിമുകൾ, അതായത് സാമ്പത്തിക സഹായം കിട്ടുക എന്നുള്ളതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് ആര് വേണം? ഈ പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞത് നാഷണൽ റോഡ് സേഫ്റ്റി. ഞാനിത് ആക്ച്വലി പഴയ PPT എടുത്ത് ഇവിടെ ഇടുന്നില്ല, എഴുതി പറഞ്ഞു മനസ്സിലാക്കി തരിക കേട്ടോ. നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ എന്നാണ് നമ്മൾ അവന്റെ പേര് പറഞ്ഞത്. ശരിയല്ലേ? നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാ. ഓക്കെ അല്ലേ? ഇവൻ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതായത് സർക്കാരിനെ ഉപദേശിക്കുക, അതാണ് ഇവന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനത്തെ കുറിച്ച്, മോട്ടോർ വെഹിക്കിൾ സംബന്ധമാകുന്ന ആക്സിഡൻസുകളുടെ ഒക്കെ ക്ലെയിമിംഗ് നടത്തുന്നതായ ഒരു സംഭവം, മാക്ട് എന്ന് വിളിക്കും അതിനെ. മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് കേട്ടോ. ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്നാ അതിനെ നമ്മൾ വിളിക്കാം. ഓക്കെ അല്ലേ? മോട്ടോർ വെഹിക്കിൾ ആക്ട്സ് ക്ലെയിം ട്രൈബ്യൂണൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാം. ഡൗട്ടുകൾ ഇല്ലല്ലോ? ഇത് ആക്ച്വലി ഒരു ജുഡീഷ്യറി ബോഡിയാന്ന് പറഞ്ഞു. അഡ്വൈസറി ബോഡി ഇവനാണ്, ജുഡീഷ്യറി ബോഡി ക്ലെയിംസ് ട്രൈബ്യൂണൽ ആണ്. വളരെ വ്യക്തമായിട്ട് പഠിച്ച കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന എൻവയോൺമെന്റ് സംബന്ധമാകുന്ന മിനിസ്ട്രി ഇതിൽ ഇടപെടും. CBI അത് എന്തെങ്കിലും ആകുന്ന ഈ വാഹന കള്ളക്കടത്തുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഇതിനകത്തേക്ക് വരേണ്ട ആവശ്യം വരും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം, ഈ വണ്ടികളൊക്കെ നിർമ്മാണം നടത്തുന്ന സമയത്ത് അതിന് പക്കാ സ്റ്റാൻഡേർഡ്സുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ അതിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിംഗ് ഒക്കെ നടത്തുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ. എന്താ ഞാൻ പറഞ്ഞെന്ന സാധനമാ, വെഹിക്കിൾ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഓട്ടോമോട്ടീവ്, ഓക്കെ അല്ലേ, ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ എന്ന് പറയും. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത്. 12ഓളം വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാം ഒന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, വേണ്ടതെല്ലാം നമ്മൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നതല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നേ,
ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മക്കളെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിനകത്തുള്ള ചാപ്റ്ററുകളും അതിന്റെ സെക്ഷൻസുകളാകുന്ന ആദ്യത്തെ ആളെയും പഠിച്ചല്ലേ. മൊത്തം എത്ര സെക്ഷൻസുകൾ ഉണ്ട് എന്നാ നമ്മൾ പറഞ്ഞത്? 14 ചാപ്റ്ററുകളും ഉണ്ട്, അതുപോലെ 212 സെക്ഷൻസും ഉണ്ട്. ആ 14 ചാപ്റ്ററുകൾ ഏതൊക്കെയാ മക്കളെ? ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? എല്ലാം ഒന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ടപ്പേന്ന് അങ്ങ് പറഞ്ഞു മാറ്റുക, പ്രിലിമിനറി ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ വരുമ്പോൾ ലൈസൻസിങ് ഓഫ് ഡ്രൈവർ ആണെന്ന് പറഞ്ഞു. ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്നുള്ള രീതിയിൽ ഡ്രൈവർമാർക്ക് ലൈസൻസ് കൊടുക്കുക. ചാപ്റ്റർ 3, എടാ പ്രിലിമിനറി ആകുന്ന കാര്യം പറഞ്ഞ് ഡ്രൈവർമാരെ ഉണ്ടാക്കി, ഇനി വേണ്ടത് എന്താണ്? വണ്ടി വേണം. സോ അവിടെ രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്ന സാധനമാ വരിക. രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു സാധനമാ വരിക. ഓക്കെ അല്ലെ? മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറയുന്നതാ വരിക. നാലാമത്തെ ചാപ്റ്റർ വരുമ്പോൾ അവിടെ ആരാണ്? നമ്മുടെ വണ്ടിയായി. ഇനി വേണ്ടത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസുകളുടെ കാര്യം, കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസുകളുടെ കാര്യം, കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസുകളുടെ കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ വണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു, വണ്ടികൾ എന്ന് പറയുന്നത് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിന്റെ കാര്യം വരിക. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിന്റെ കാര്യം വരിക. ഓക്കെ അല്ലേ? സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സിന്റെ കാര്യം വരിക. ആറാമത്തെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ട്രാഫിക് റെഗുലേഷൻസ് ആണ് വരുന്നത്. എന്താ വരുന്നത്? ട്രാഫിക് റെഗുലേഷൻസ് ആണ് വരുന്നത്. ഏഴാമത്തെ ചാപ്റ്റർ വരുമ്പോൾ അവിടെ നമ്മുടെ എന്താണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആകുന്ന, എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആകുന്ന, മെയിൻ്റനൻസ് റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളൊക്കെയും വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 8 എന്ന് പറയുന്നതിനകത്തേക്ക് വരുമ്പോഴാണ് എന്ത് വരിക? 8-നകത്തേക്ക് വരുമ്പോഴാണ് കൺട്രോൾ ഓഫ് ട്രാഫിക് വരിക. കൺട്രോൾ ഓഫ് ട്രാഫിക് വരിക. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് 9-നകത്തേക്ക് വരുമ്പോഴാണ് എന്ത് വരിക മക്കളെ? 9. എങ്ങനെ 9 എന്ന് എഴുതുന്നത്? എന്നെ വെട്ടി എന്തുണ്ടാവും? കേസ് എടുക്കും, പോലീസ് പിടിക്കും. അവിടാണ് ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് എന്ന് പറയുന്ന സാധനങ്ങൾ വരിക കേട്ടോ. എന്താ വരുന്നത്? ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്. ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്. ഓക്കെ അല്ലേ? പെനാൽറ്റീസ് വരും. ഓക്കെ ആണോ? അടുത്തത് 10-ാമത്തത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? വെട്ടി എന്നാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ഇൻഷുറൻസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇൻഷുറൻസ് സംബന്ധമെന്ന കോഡ് ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് 11 ആണെങ്കിൽ ഞാനാ വെട്ടി, അപ്പൊ എന്താണ്? എനിക്ക് അതിന്റെ ലയബിലിറ്റി, ബാധ്യത ഉണ്ടാവും. ലയബിലിറ്റി ഉണ്ടാവും. ലയബിലിറ്റി ഇൻ ആൻ ഇവന്റ് ഓഫ് ആക്സിഡന്റ്. ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ അതിനകത്തുള്ള എന്റെ എന്താണ് ബാധ്യത എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ 12-ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിങ് ഒഫൻസസ്, അതായത് ഈ കൊച്ചു കൊച്ചു ഫൈനുകളൊക്കെ അടച്ച് നമ്മൾ ഒഴിവാകുന്ന കുറച്ച് കേസുകളുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ കോമ്പൗണ്ടിങ് ഒഫൻസസ് എന്ന അതിനെ വിളിക്കുന്ന, ഫൈൻ അടച്ച് ഒഴിയാൻ പറ്റുന്ന പരിപാടി. 13-നകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ എന്തിന്റെ കാര്യം വരുന്നത്? നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ കാര്യം വരുന്നത്. പിന്നെ 14 എന്ന ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് മിസിലേനിയസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ. ഇത്രയും ആകുന്ന ആളുകളായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചതാകുന്ന ആ കൂട്ടത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഡൗട്ടുകളൊന്നുമില്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. ഇത്രയും കാര്യങ്ങളാകുന്നതിൽ ഡൗട്ടുകൾ ഒന്നുമേ ഇല്ല എന്ന് വിശ്വസിച്ചു കൊള്ളട്ടെ. മക്കളെ വളരെ കാര്യമാകുന്ന രീതിയിൽ ആക്ച്വലി എന്റെ ക്യാം ഇവിടെയും എന്റെ സ്ക്രീൻ ഒരു ചെറിയ, അപ്പൊ ഐ കോണ്ടാക്ടിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കണ്ടന്റുകളൊക്കെ കാര്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി വീട്ടിലിരുന്ന് ആദ്യമായിട്ടാണ് ഇന്നൊരു ക്ലാസ് എടുക്കുക. അപ്പോൾ അതിൻ്റെതാകുന്ന ഒരു സംഭവം കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. ശരി, അപ്പോ പ്രധാനമായിട്ടും നമ്മൾ അതിനകത്ത് ഈ പറയുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണ്, ഈ പറയുന്ന ചാപ്റ്ററുകൾ ഓരോന്നിനും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ സെക്ഷൻ 2 പഠിച്ചു. ഇന്ന് നമുക്കിനി എന്ത് ചെയ്യണം? നമ്മുടെ പുതിയതാകുന്ന ആളിനകത്തേക്ക് കടക്കാം. പുതിയ ആൾ, നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ. എന്താ മക്കളെ? നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ. എല്ലാ കാര്യങ്ങളും ഒന്നും റിവിഷൻ ചെയ്യാൻ പറ്റില്ല. വേണ്ടുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള പുതിയ പുതിയ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഴകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും ആവർത്തിതമായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിച്ചാലേ നമുക്ക് എല്ലാ രീതിയിലും എല്ലാ ചോദ്യങ്ങളെയും നേരിടാനുള്ളതാകുന്ന ഒരു എന്താണ് കഴിവ്, നമുക്ക് സ്കില്ല് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ശരി, അടുത്തത് നോക്കേടാ, നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ. എന്താ ഈ നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? എടാ, ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാകുന്നതിന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാകുന്നതിന്റെ ആവശ്യകത എന്താണ്? അപ്പോ അവിടെ ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്നതായ ഒരു കൊച്ചൊരു ഗ്രാമം.
ഈ ഗ്രാമത്തിൽ നമ്പർ പ്ലേറ്റുകൾ ഉള്ളതായ വണ്ടികൾ ഒന്നുമേ ഇല്ല എന്ന് വിചാരിക്കും. അതുപോലെ നമ്പർ പ്ലേറ്റുകളുള്ള വണ്ടികളൊന്നുമേ ഇല്ല എന്ന് വിചാരിക്കുക. അതുപോലെ ഇവിടെ വളരെ കാര്യമാകുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ ആക്സിഡന്റുകൾ നടക്കുമ്പോൾ ഏത് വണ്ടിയാണ് തട്ടിയിട്ട് പോയത് എന്ന് എനിക്ക് അറിയാൻ വയ്യ. അതുപോലെ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്തു പോകുന്ന വാഹനങ്ങൾ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, വളരെ വളരെ പ്രധാനപ്പെട്ടതാകുന്ന കാര്യമാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് കേവലം വണ്ടിക്കൊരു നമ്പർ പ്ലേറ്റ് വേണം അല്ലെങ്കിൽ വണ്ടിക്കൊരു രജിസ്ട്രേഷൻ നൽകണം എന്ന് പറയുന്നത് ചെറുതാകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാകുന്ന വിനകൾ അതിലൂടെ ഉണ്ടാക്കി തരാൻ സാധിക്കുമോ ഈ വിനകൾക്കെല്ലാം ഒരു തടങ്കൽ ഇടണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത്. അതായത് എൻ്റെ സ്വന്തം പേരിൽ ഞാൻ ഒരു വണ്ടി വാങ്ങി എന്ന് സർക്കാരിനെ അറിയിച്ചതിന് ശേഷം മാത്രം ഞാൻ ആ വണ്ടി റോഡിലിറക്കി നിരത്തിലിറക്കി ഞാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവോ? എന്താ ഇനി ഇവിടെ ഉള്ളത് നോക്കേടാ. നോ പേഴ്സൺ ഷാൽ ഡ്രൈവ് എനി മോട്ടോർ വെഹിക്കിൾ ആൻഡ് നോ ഓണർ ഓഫ് എ മോട്ടോർ വെഹിക്കിൾ ഷാൽ കോസ് ഓർ പെർമിറ്റ് ദ വെഹിക്കിൾ ടു ബി ഡ്രിവൺ ഇൻ എനി പബ്ലിക് പ്ലേസ്. എടാ, പബ്ലിക് പ്ലേസിലൂടെ കൃത്യമായ രജിസ്ട്രേഷൻ എടുക്കാത്തതിന് ശേഷമുള്ള ഒരു വണ്ടി ഇറക്കാൻ പാടില്ല. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി നടത്തിയിട്ടില്ലാത്ത ഒരു വെഹിക്കിൾ ഒരു കാരണവശാലും റോഡ് വഴി ഗതാഗതം നടത്തരുത്. കാരണം അങ്ങനെ നടത്തിയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ. അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞതായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു വണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു വണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറക്കാൻ പാടില്ല. ഒരു വണ്ടിയുടെ ഓണർ പോലും എന്ത് ചെയ്യാൻ പാടില്ല, വണ്ടി അങ്ങനെ പുറത്തിറക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എടാ, രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്യേണ്ടതിന് അതിൻ്റെതാകുന്ന എന്തുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്തു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഒരു വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാകണം. അതായത് നമ്മൾ പറയാ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന വണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RC കിട്ടും. ചുരുക്കി പറഞ്ഞ RC ഇല്ലാത്ത വണ്ടി പുറത്തിറക്കാൻ പാടില്ല. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വണ്ടികളുടെയൊക്കെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ RC ക്യാൻസൽ ചെയ്യാറുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായ വണ്ടികൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പുറത്തേക്ക് ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? സോ ദ വെഹിക്കിൾ ക്യാരീസ് എ രജിസ്ട്രേഷൻ മാർക്ക് ഡിസ്പ്ലേഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അതായത് കൃത്യമായും എന്ത് ചെയ്യണം, വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ എന്നത് നടത്തിയിട്ടുണ്ട് എന്ന് ഡിസ്പ്ലേയിൽ കാണിക്കണം. ഇപ്പൊ എന്താ ഒരു ഉദ്ദേശം എന്താന്ന് ചോദിച്ചാല്, ഞാൻ വഴിയിൽ നിൽക്കുക, ഞാനൊരു MVD ഉദ്യോഗസ്ഥനാണ്. പെട്ടെന്ന് എന്റെ മുമ്പിൽ കൂടെ ഒരു വണ്ടി പോകുമ്പോൾ ഇത് രജിസ്റ്റേർഡ് വണ്ടി ആണോ അല്ലയോ എന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഈ വണ്ടി ഒരുപക്ഷെ എന്റെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോയി എന്നാണ്, എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്നാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്കോ എനിക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ അത് വെച്ച് എനിക്കത് പരിശോധിച്ചുകൂടി. ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായോടാ? ഇത്രയേ ഉള്ളൂ അവിടെ. അപ്പോ ഒരു കാരണവശാലും ഒരു വ്യക്തി പോലും വണ്ടിയുടെ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്നാണെങ്കിൽ ഒരു കാരണവശാലും വണ്ടി പുറത്തിറക്കരുത്. ഇനി അവര് പരീക്ഷയ്ക്ക് പറയുക, സസ്പെൻഡ് ചെയ്ത വണ്ടികൾ കുറച്ച് ചെറിയ ചെറിയ ലോങ് ഡിസ്റ്റൻസുകൾ ആകുന്ന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാം, ചെറിയ ചെറിയ ഡിസ്റ്റൻസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. ഒരു കാരണവശാലും സസ്പെൻഡഡ് ആയിട്ടുള്ള RC ഉള്ള വണ്ടി പുറത്തിറക്കരുത്. ക്യാൻസൽ ചെയ്തിട്ടുള്ള RC ഉള്ള വണ്ടി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത RCകൾ ഒന്നും ഉള്ള വണ്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തിറക്കാൻ പാടില്ല. അതിനകത്ത് രജിസ്ട്രേഷൻ മാർക്ക് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ, കൃത്യമായിട്ടുള്ള മാതൃകയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, രജിസ്ട്രേഷൻ മാർക്ക് കാണിച്ചിട്ടുണ്ടാവണം. ഇനി ഈ മാർക്ക് ഡിസ്പ്ലേ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ചെറിയ കാര്യം അവിടെ പറയുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡിസ്പ്ലേ ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്പർ പ്ലേറ്റ് ആയിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു വണ്ടിയുടെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണ്, ശരിയല്ലേ? വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണ്, ശരിയല്ലേ? ആ ഐഡന്റിഫിക്കേഷൻ ഇത് മാത്രമല്ല ഒരു വണ്ടിയുടെ ഐഡന്റിഫിക്കേഷൻ എന്ന വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക ഒരു വണ്ടിക്കകത്ത്. ഇപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടെ RFID ടാഗുകൾ, നമ്മുടെ ടോളുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ടാഗുകൾ നമ്മൾ വണ്ടിക്കകത്ത് ഒട്ടിച്ചിട്ടുണ്ടാവത്തില്ലേ, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവൂലേ? അതുപോലെ തന്നെ വണ്ടി പെട്രോൾ ആണോ CNG ആണോ ഡീസൽ ആണോ എന്നുള്ള സ്റ്റിക്കറുകളും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വണ്ടിക്കകത്ത് ഒട്ടിച്ചു വെക്കേണ്ടതായ ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിനും പലതാകുന്ന
ഉണ്ടാകുന്ന കാരണങ്ങളുണ്ട്. ഇതെല്ലാം സേഫ്റ്റി റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏതൊക്കെയാ? നമ്പർ പ്ലേറ്റും സ്റ്റിക്കേഴ്സ്. ഈ ടോളിന്റെ കാര്യം അത് ഓപ്ഷണലാ, വേണമെങ്കിൽ ഒട്ടിക്കാം, ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോള് കടന്നു പോകുമ്പോൾ അവർ പറയുന്ന പൈസ കൊടുത്തിട്ടല്ലാതെ പോകാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ? ആ കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി നോക്കേ, പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് സെഷൻ ഷാൽ അപ്ലൈ ടു എ മോട്ടോർ വെഹിക്കിൾ ഇൻ പൊസഷൻ ഓഫ് എ ഡീലർ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അവരൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ്, കൃത്യമായി പറയുന്നുണ്ട്, ഈ സെക്ഷൻ ഷാൽ അപ്ലൈ ടു എ മോട്ടോർ വെഹിക്കിൾ ഇൻ പൊസഷൻ പ്രൊവൈഡഡ് ദാറ്റ് നത്തിങ് ഇൻ ദിസ് സെഷൻ. ഈ സെഷനിൽ പറയുന്ന ഒരു കാര്യം പോലും എവിടേക്ക് ആപ്ലിക്കബിൾ ആകില്ല? ഒരു ഡീലർ എന്ന വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ ആപ്ലിക്കബിൾ ആകില്ല. ഒരു വെഹിക്കിൾ ഒരു വ്യക്തിയുടെ പേരിൽ പൊസസ് ചെയ്യുന്നു എന്നാണെങ്കിൽ, ഒരു സ്ഥാപനത്തിന്റെ പേരിൽ പൊസസ് ചെയ്യുന്നു എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് നിയമം അനുസരിച്ചേ പറ്റൂ. എന്നാൽ ഇത് ഡീലർ ആകുന്ന വ്യക്തിയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഈ കണ്ടീഷൻസ് ഒന്നും അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, പാലിക്കേണ്ടതില്ല. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന നിബന്ധനകൾ അവർ പാലിച്ചിട്ടുണ്ടാകണം. ഇതിന് ബദലായി സെൻട്രൽ ഗവൺമെന്റിന് അറിയാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ, ഓക്കെ. എന്നാൽ ഇത് ഡീലറുകളാകുന്ന ആളുകൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാതൃകയാണെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് മറ്റൊരു നിയമം പറയും, അത് അവരനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി നോക്കേടാ, ക്ലോസ് 39 or prohibits the driver of a motor vehicle in any public place or in any other place without registering it the provisions of എന്താണ് registering it under the provisions of this chapter. ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിനകത്ത് അവർ പറയുന്നത് ഈ ഒരു എന്താണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എന്താ, നമ്മളിപ്പോ ഈ പറഞ്ഞ നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എവിടെ വരുന്ന കാര്യമാണെന്ന് അറിയാമല്ലോ. നെസസിറ്റി ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന ആളാണെന്ന് അറിയാലോ. ആ ഒരു ചാപ്റ്ററിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഈ 39 എന്ന് പറയുന്ന ആ ഒരു സെഷൻ അവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടി പുറത്തിറക്കരുത്. അത് ഈ പറയുന്ന കേരളത്തിന്റെ അകത്തായാലും പുറത്തായാലും. കാര്യം വണ്ടിയെ സംബന്ധിച്ചിടത്തോളം RC എന്ന് പറയുന്നത് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതിന്റെ കാര്യം നമ്മൾ പറയും. ഈ ഒരു RC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ RC ഇല്ല എങ്കിൽ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത അവരൊരു കാര്യം പറയുന്നത്, ഇറ്റ് ഓൾസോ എംപവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രിസ്ക്രൈബ് കണ്ടീഷൻസ് സബ്ജക്ട് ടു വിച്ച് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ക്ലോസ് വിൽ നോട്ട് അപ്ലൈ ദ മോട്ടോർ വെഹിക്കിൾ ഇൻ പൊസഷൻ ഓഫ് ഡീലേഴ്സ്. അപ്പോ എന്താണ്? ഇറ്റ് ഓൾസോ എംപവർ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രിസ്ക്രൈബ് കണ്ടീഷൻസ് സബ്ജക്ട് വിച്ച് പ്രൊവിഷൻസ് ഓഫ് ദിസ് ക്ലോസ് വിൽ നോട്ട് അപ്ലൈ ടു ദ മോട്ടോർ വെഹിക്കിൾ ഇൻ പൊസഷൻ ഓഫ് ദ ഡീലേഴ്സ്. അതായത് ഡീലർമാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് നിബന്ധനകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. ഈ നിബന്ധനകൾ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിന്റെ കണ്ടീഷൻസുകൾ വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് പറയാം എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റ് അത് ആർക്ക് അല്ലെങ്കിൽ എന്ത് നിബന്ധന വേണമെന്ന് തീരുമാനിക്കും. പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തേക്കുക? സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൻ്റെതാകുന്ന നിബന്ധനകൾ കൊടുത്തിരിക്കുക. അപ്പൊ അവരതിനനുസരിച്ച് കാര്യങ്ങൾ പാലിച്ചോണം. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ അധികമായിട്ട് പറയും മക്കളെ, ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു സാധനമൊന്നും അല്ല ഈ നിയമം എന്ന് പറയുന്നത്. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ പറയുന്നത് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അകപ്പെട്ടു പോയതാകുന്ന കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് മിസ്സാകാതിരിക്കാനാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു വാക്ക് കണ്ടോ, ഓസ്റ്റെൻസിബിൾ ഓർണർ എന്ന് പറഞ്ഞിട്ട്. എന്താ ഞാൻ എഴുതിയിരിക്കുന്നത്? ഓസ്റ്റെൻസിബിൾ ഓർണർ എന്ന് പറഞ്ഞിട്ട്. ഓസ്റ്റെൻസിബിൾ ഓണർ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ഓസ്റ്റെൻസിബിൾ ഓണർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വാക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓസ്റ്റെൻസിബിൾ ഓണർ എന്ന് പറഞ്ഞാൽ RC എന്നൊരു സാധനം ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു വണ്ടിക്കുണ്ടല്ലോ. ഈ രജിസ്ട്രേഷനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്ന പേര് ആരുടേതാണ്, ആ ഓണറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓസ്റ്റെൻസിബിൾ ഓണർ. സോ entered in the registration book is to be considered as the owner irrespective of the fact that its a real ownership may be with somebody else. ഇപ്പോ ഞാനൊരു വണ്ടി വാങ്ങുക. അപ്പോ വണ്ടി എന്ന് പറയുന്ന സാധനം എന്റെ വൈഫിന്റെ പേരിലേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോ വണ്ടി ആരുടേതെന്ന് ചോദിച്ചാൽ വൈഫിന്റെ പേരിലല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് വൈഫിന്റെ വണ്ടിയാ, അത് എന്റെ വണ്ടിയല്ല, വൈഫിന്റെ വണ്ടിയാ. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ വണ്ടിക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നെ ആയിരിക്കില്ല, വൈഫിനെ. കാര്യം വണ്ടി ഇരിക്കുന്നത് ആരുടെ പേരിലാണ്? വൈഫിന്റെ പേരിൽ. ഞാൻ പറഞ്ഞ ഐഡിയ പിടികിട്ടിയോ? അപ്പോ ഈ വൈഫാണ് എന്റെ എന്തെന്ന് പറയുന്ന വണ്ടിയുടെ ഓസ്റ്റെൻസിബിൾ ഓണർ. ആരെ സംബന്ധിച്ചിടത്തോളം? ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ MVDയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം അയാളാണെങ്കിലും അതിന്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ? മനസ്സിലാവും.